കേരള രക്ഷാ മാർച്ചിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. പള്ളിയുടെയും പട്ടക്കാരുടെയും വീക്ഷണം പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ പാർട്ടി വിരുദ്ധരായ ചിലർ രക്ഷാ മാർച്ചിനെ അപകീർത്തിപ്പെടുത്താൻ നടക്കുന്നുണ്ട്. ആർഎംപിക്കാരാണ് അതിൽ പ്രധാനികൾ. കെ രമ നടത്തിയ ഗൂഢാലോചനാ സമരത്തിന് പോയ ആളുകൾ പോലും രക്ഷാ മാർച്ചിന് എത്തുന്നില്ല എന്ന് ഇത്തരക്കാർ പറഞ്ഞു നടക്കുന്നു. KS ഹരിഹരനെ പോലുള്ളവർ പിണറായിയുടെ സമരത്തിന്റെ ആത്മീയ മേഖലയിലെ ചലനങ്ങൾ പോലും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കേരളത്തിന്റെ ജീവിതത്തിൽ കെ രമ ഉയർത്തിയ ഒരു മുദ്രാവാക്യം, കെ രമ ഉയർത്തിവിട്ട ഒരു സമരം, അതിന്റെ ജ്വാലകൾ കേരളത്തിലെ സ്ത്രീ മനസ്സുകളിലേക്ക് എത്രമാത്രം ചെന്നെത്തിയെന്നതിന് ആ സമരപ്പന്തൽ തെളിവായിരുന്നു. ശരാശരി ഒരു ദിവസം 5000 പേരാണ് വന്നത്. 25,000 പേരുടെ പേരും അഡ്രസ്സും ഒപ്പും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊരു മറുവശമുണ്ട്. പിണറായി വിജയന്റെ രക്ഷായാത്ര രമയുടെ സമരപ്പന്തലിന്റെ മുന്നിലൂടെയാണ് പോയത്. ഞങ്ങളപ്പോഴേക്ക് പോലീസ് വന്ന് 5-6 പോലീസ് വണ്ടി പന്തലിന് മുമ്പിൽ നിരത്തിയിട്ട് ഏതാണ്ട് പാലസ്തീനും ഇസ്രയേലും തമ്മിൽ വേർതിരിച്ച മാതിരി ഒരു അതിർത്തി ഉണ്ടാക്കിയിട്ടാണ് പിണറായി വിജയനെ കടത്തി കൊണ്ടുപോയത്. ഞങ്ങളാരും വിജയനെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല. വിജയനെ പേടി കൂടുതലായതുകൊണ്ട് ഞങ്ങളെ പോലീസ് വണ്ടി മറച്ചിട്ടാണ് കൊണ്ടുപോയത്. വിജയൻ എത്തിയത് പുത്തരിക്കണ്ടം മൈതാനിയിലാണ്. CPMന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചത് 50,000 പേരുടെ റാലിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ CPMന് 50,000 പേരുടെ റാലി നടത്താൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ അവിടെ 8,000 കസേര നിരത്തിയിട്ടിരുന്നു പുത്തരിക്കണ്ടം മൈതാനിയിൽ. 8,000 കസേരയിലും ആളുണ്ടായിരുന്നില്ല. 10,000 കസേര ആളുകളുണ്ടായിരുന്നു. വിജയം വന്ന് സ്റ്റേജിൽ കയറി പ്രസംഗം തുടങ്ങിയതോടെ അവരുടെ എണ്ണം 1200 ചുരുങ്ങിപ്പോയി. ജീവനിൽ കൊതിയുള്ള ബാക്കിയെല്ലാം നാട് വിട്ടു പോയി. 1200 പേര്. അത് വിജയൻ തീറ്റ കൊടുക്കുന്ന സഹകരണ ബാങ്കിലെ ജീവനക്കാരോ ലോൺ കൊടുത്തവരോ പാർട്ടിയിലെ ലോക്കൽ കമ്മിറ്റിക്കാരോ ഒക്കെ ആയിരിക്കും. ആ പാവങ്ങൾ അവിടെ ഇരുന്ന് സഹിക്കുന്നുണ്ട്. ഞങ്ങള് ഒരു വലിയ പാർട്ടിയല്ല, ഞങ്ങള് ഒരു വലിയ പ്രസ്ഥാനമല്ല. പക്ഷെ രമയുടെ പന്തലിൽ ശരാശരി 5000 പേര് സ്വന്തം മനസാക്ഷിക്ക് അനുസരിച്ച് തീരുമാനമെടുത്ത് വന്നിട്ടുണ്ട്. അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വരുന്ന ഒരു വലിയ മാറ്റമാണ്. TP വധക്കേസിൽ CBI അന്വേഷണത്തെ എതിർക്കുന്ന പാർട്ടിക്കാരുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചും ഇവർ അപവാദം പറയുന്നുണ്ട്. CBI ഇത്ര മോശപ്പെട്ട ഒരു ഏജൻസിയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, മാറാട് കേസിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്നതിന് പിന്നാലെ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലേക്ക് കോഴിക്കോട്ടെ CPMന്റെ ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തിയല്ലോ. മാറാട് കേസിൽ കൊല്ലം കുറയായി. മാറാട് സംഭവം നടന്നപ്പോൾ AK ആന്റണിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പക്ഷെ മാറാട് സംഭവം നടന്നപ്പോൾ BJP ഒഴികെ ഒരു പാർട്ടിയും CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് CPM ഉറച്ചു പറഞ്ഞത് CBI അന്വേഷണം പാടില്ല എന്നാണ്. പക്ഷെ ചന്ദ്രശേഖരന്റെ കൊലപാതകം കഴിഞ്ഞപ്പോ സിവിൽ സ്റ്റേഷനിലേക്ക് CPM നേതാക്കൾ മാർച്ച് നടത്താണ്. CBI ഉടനെ അന്വേഷിക്കേണ്ടതുണ്ട്. ലോറാണ് ഇങ്ങനെ ഒരു നെറുകേട് ഒരു പാർട്ടി കാണിക്കുന്നത്. മാറാട് 9 പേര് കൊല്ലപ്പെട്ട സമയത്ത് CBI അന്വേഷണം വേണ്ടെന്ന് പറയാ. കേസൊക്കെ പൊളിച്ച് ആളുകളൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞപ്പോ CBI അന്വേഷണം വേണമെന്ന് പറയാ. ഒരേ കാര്യത്തിന് അത് നടക്കുമ്പോൾ CBI വേണ്ടാന്ന്, പിന്നെ CBI വേണമെന്ന് പറയാം. എന്ത് യുക്തിയാണ്? CBI വന്നാൽ P ജയരാജനെയോ കരീമിനെയോ പിണറായിയോ ഒക്കെ ഒന്ന് വിളിച്ച് നേരാമണ്ണം ചോദ്യം ചെയ്താൽ എന്താണ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ഉണ്ടായത് എന്ന് അവർക്ക് പറയേണ്ടി വരും. അതോടുകൂടി പിണറായി വിജയൻ എന്ന് പറയുന്ന കടലാസ് പുലിയുടെ ജീവിതം കേരള രാഷ്ട്രീയത്തിൽ അവസാനിക്കും. VS അയച്ച കത്തും പിണറായിക്കേറ്റ കുത്തും ആർഎംപിക്കാരുടെ ഗൂഢാലോചനയാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ദേശവിരുദ്ധ ശക്തികൾ, കള്ളക്കടത്തുകാര്, അധോലോക ശക്തികളൊക്കെ ബന്ധപ്പെട്ട ഒരു കേസായതുകൊണ്ട് CBI അല്ല NIA അന്വേഷിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ VSന്റെ കത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. CBI പോരാ എന്നാണ് VS പറഞ്ഞത്. അത് ദേശവിരുദ്ധ ശക്തികളുടെ പ്രവർത്തനം അന്വേഷിക്കുന്ന NIA അന്വേഷിക്കണം. പിണറായി പറഞ്ഞ VS അങ്ങനെ കത്ത് അയച്ചിട്ടില്ല എന്നാണ്. വ്യാജ കത്താണെന്ന് പിണറായി അന്നേരത്തെ ആവശ്യത്തിന് യുക്തി കണ്ടുപിടിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടത് പറഞ്ഞത് അദ്ദേഹത്തിന് മുൻകാലത്ത് പ്രൈവറ്റ് സെക്രട്ടറിമാരെ ജോലി ചെയ്ത ആരോ ലെറ്റർ പാഡ് കട്ടുകൊണ്ടുപോയിട്ടുണ്ട്. അവര് കൊടുത്ത കത്താണ് മുഖ്യമന്ത്രിക്ക്. ഇതാണ് പിണറായി വിജയൻ അല്ലാതെ ലോകത്ത് ഇങ്ങനെ മണ്ടത്തരം പറയാൻ വേറെ ഒരാൾക്കും പറ്റൂല. അവര് മുൻപ് പ്രവർത്തിച്ച ഒരു ലെറ്റർ പാഡ് കട്ടുകൊണ്ടുപോയിട്ട് കത്തെഴുതി കൊടുക്കുകയാണ്. കള്ളരേഖ ചവച്ചതിന് ജയിലിൽ പോകുന്നു അറിയാത്ത ആരെങ്കിലും VSന്റെ മുൻകാല സ്റ്റാഫിലുണ്ടോ? പത്രക്കാർ VSനോട് ചോദിക്കുകയാണ്, അല്ല കള്ളരേഖ ആണോ അത്? VS പറഞ്ഞു കത്തയച്ചിട്ടുണ്ട്, ഞാൻ തന്നെ അയച്ചിട്ടുണ്ട്, സ്വന്തം നിലയ്ക്ക് അയച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ പിണറായി ഇങ്ങനെ പറയുന്നതോ അത് കാച്ചി വിടുകയല്ലേ എന്നാണ് VS പറയുന്നത്. കാച്ചി വിടുകയാണ്. പിണറായി ഇങ്ങനെ അവർ വന്നിട്ട് വെള്ളം കാച്ചി വിടുകയാണ്. ആലോചിച്ച് നോക്കൂ, പിണറായി വിജയൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, സംസ്ഥാന സെക്രട്ടറി, VS അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റി മെമ്പർ. കേന്ദ്ര കമ്മിറ്റി മെമ്പറോട് വിളിച്ചു ചോദിച്ചിട്ട് വല്ല കത്തും അറിയാണ്ട് കൊടുത്തു പോയിട്ടുണ്ടോ ചോദിച്ചാൽ പോരെ പിണറായി വിജയൻ എന്തിനാണ് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്ന് നാണം കെടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്? ഞങ്ങൾ VSനോട് സമരപന്തലിൽ വരണം എന്ന് പറഞ്ഞു.
VS-നോട് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കളോടും ഞങ്ങൾ ക്ഷണിച്ചു. പന്ന്യൻ രവീന്ദ്രനെ ക്ഷണിച്ചു, ചന്ദ്രചൂഡനെ ക്ഷണിച്ചു, INL-ന്റെ വഹാബിനെ ക്ഷണിച്ചു. അവരൊക്കെ ക്ഷണിച്ചു, അവർക്കൊക്കെ വരാം. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ചിലരൊന്നും വന്നിട്ടില്ല, ചിലരൊക്കെ ഭാവിയിൽ വരും. ഇപ്പൊ വരില്ല, ഭാവിയിൽ അവർക്കൊക്കെ വരേണ്ടി വരും. കാരണം അവർ ചാരി നിൽക്കുന്ന തൂണ് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തൂണ് പോകുന്നതോടുകൂടി പന്ന്യനടക്കമുള്ളവർക്കൊക്കെ മുടി വെട്ടിയോ മുടി വെട്ടാതെയൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ വരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. വരേണ്ടി വരും. കേരളത്തിന്റെ രാഷ്ട്രീയം മാറുകയാണ്. പഴയ രാഷ്ട്രീയമല്ല, പഴയ മുന്നണിയല്ല, പഴയ പാർട്ടികളല്ല. രാഷ്ട്രീയ വലിയ മാറ്റങ്ങൾ അവർക്കൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന മാറ്റങ്ങളുണ്ട്. ഞങ്ങൾ അവരൊക്കെ ക്ഷണിച്ചതാണ്. അവരാരും വന്നിട്ടില്ല. ക്ഷണിക്കാത്ത ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ വന്നിട്ടുണ്ട്, വെൽഫെയർ പാർട്ടിക്കാർ വന്നിട്ടുണ്ട്, പലരും വന്നിട്ടുണ്ട്. രാജഗോപാല വഴി പോയപ്പോൾ വന്നിട്ടുണ്ട്. അത് വരും. എന്തുകൊണ്ടാ? ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എവിടെയൊക്കെയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കാന്ന് പറയാൻ പറ്റില്ല, ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് രമയുടെ കണ്ണീര് തുടയ്ക്കാൻ ഞങ്ങളും വന്നിട്ടുണ്ടെന്ന് സ്ഥാപിക്കേണ്ട പലരുടെ ആവശ്യമാണ്. പലരും വന്നിട്ടുണ്ട്. അവരെയൊന്നും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ ക്ഷണിച്ച പലരും വന്നിട്ടില്ല. അപ്പൊ ദേശാഭിമാനിയും കൈരളി ടിവിയും പിണറായി വിജയനും പറയണ ഇവരൊരു മാർക്സിസ്റ്റ് വിരുദ്ധ മഹാസഖ്യം ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ മഹാസഖ്യം ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ജനാധിപത്യ അവകാശത്തിന് വേണ്ടി ഒരു മഹാസഖ്യം ഉണ്ടാക്കുന്നുണ്ട്. ആഗോളവൽക്കരണ വിരുദ്ധ പോരാട്ടത്തിന് വേണ്ടി ഒരു മഹാസഖ്യം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിലെ പട്ടിണി കിടക്കുന്ന ദരിദ്രരായ മനുഷ്യരുടെ വിശാല സഖ്യം ഉണ്ടാക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. ഞങ്ങൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം, RMP പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മാർക്സിസ്റ്റ് വിരുദ്ധ മഹാസഖ്യം ഞങ്ങളുടെ അജണ്ടയിലില്ല. ഇത് കേട്ട് പിണറായി വിജയൻ ഇനി പന്ന്യനെ നിരീക്ഷിക്കാൻ ആളെ വിടും. ഈ RMPക്കാർ എന്തിനാ മുടി വെട്ടാത്തവരെയും വെട്ടുന്നവരെയും ഒക്കെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? പാർട്ടി വിരുദ്ധ പ്രസംഗത്തിന് ശേഷം മാധ്യമ നിരൂപണമാണ്. അത് ഇടവേള കഴിഞ്ഞ്. മാധ്യമങ്ങൾ ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് നമ്മുടെ പ്രസംഗങ്ങളും ഈ സമ്മേളനവും ജനങ്ങളെ കാണിക്കാനാണെന്ന് ഒരു വാക്ക് പോലും കാണിക്കില്ല. അടുക്കള കെട്ടാൻ അറിയാം, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, തീറ്റ കൊടുക്കാൻ അറിയാം. പക്ഷെ കക്കൂസ് കെട്ടാൻ അറിയാത്ത ഒരു പാർട്ടിയിലാണ് ഇവർ ചേർത്തത്. കക്കൂസിനേക്കാൾ മോശമായ അവസ്ഥയിലാണ് ആ പാർട്ടിയെ പിണറായി വിജയൻ എത്തിച്ചിട്ടുള്ളത്.